BJP എന്ന വാഷിംഗ് മെഷീനാണ് ലോകത്തെ ഏറ്റവും നല്ല വാഷിംഗ് മെഷീൻ എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. അതിന് കാരണവുമുണ്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്തെ പ്രമുഖരായ 25ലധികം നേതാക്കളാണ് BJPയിൽ ചേർന്നത്. അതോടുകൂടി ഇവർക്കെതിരായ വിവിധ ഏജൻസികളുടെ അന്വേഷണം നിലയ്ക്കുകയും കേസുകൾ റദ്ദാക്കപ്പെടുകയും ചെയ്തു. എന്താ അല്ലേ? മുൻ കോൺഗ്രസ് നേതാവായിരുന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 2014 ശാരദ ചിട്ടി ഫണ്ട് അഴിമതി കേസിൽ CBI ചോദ്യം ചെയ്യലും റെയ്ഡും ഒക്കെ നേരിട്ടയാളാണ്. 2015 അദ്ദേഹം BJPയിൽ ചേർന്നു. പിന്നെ കേസിനെ പറ്റി ആരും ഒന്നും കേട്ടിട്ടില്ല. ആദർശ് ഹൗസിംഗ് കോളനി കേസിൽ CBI ED കേസുകൾ നേരിടുന്നതിനിടെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മറ്റൊരു നേതാവുമായ അശോക് ചവാൻ BJPയിൽ ചേർന്നത്. ജയിലിൽ പോകാനാവില്ലെന്ന് സോണിയാഗാന്ധിയോട് കരഞ്ഞു പറഞ്ഞ് ഒരു നേതാവ് പാർട്ടി വിട്ടെന്ന് രാഹുൽ ഗാന്ധി അടുത്തിടെ പറഞ്ഞത് ഈ നേതാവിനെ ഉദ്ദേശിച്ചായിരുന്നു. അത് ശരിവെക്കുന്നതാണ് പിന്നീട് കേസിലുണ്ടായ നടപടികൾ. പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിന്റെ മരുമകനെതിരായ കേസും അദ്ദേഹം BJPയിൽ ചേർന്നതോടെ ആവിയായിപ്പോയി. NCP നേതാക്കളായ അജിത് പവാറും പ്രഫുൽ പട്ടേലും ഒക്കെ NDAയ്ക്കൊപ്പം ചേർന്നതോടെ അവർക്കെതിരായ കേസുകളും അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ചു. അങ്ങനെ ചെറുതും വലുതുമായി BJPയിൽ ചേർന്ന നേതാക്കളെയെല്ലാം BJP വാഷിംഗ് മെഷീൻ വെളുപ്പിച്ചെടുക്കും. പോകാൻ തയ്യാറാകാത്ത, അവരുടെ ഭീഷണിക്ക് വഴങ്ങാത്ത നേതാക്കളുടെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ.